ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പപ്പായ കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പി ആയാലോ. പപ്പായ വട തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം പപ്പായയുടെ തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞൊന്നും കളയണ്ട, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതിനാവശ്യമായ 2 മീഡിയം സൈസ് സവോള കൂടി എടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പപ്പായ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി പൊടിയായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. പപ്പായയിലും സവോളയിലും നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ആ നീര് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇപ്പോൾ എല്ലാം നന്നായി കുഴച്ച് വന്നിട്ടുണ്ട്. ഇതിനെ ഓരോ ഉരുളകളാക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. അതിനെ ഒരു പാനിലേക്ക് ഫ്രൈക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കണം. ശേഷം വേണം ഓരോ മാവും നമുക്ക് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട്. 2 വശവും നന്നായിട്ട് വെന്ത് വന്ന് ഏകദേശം കോരിയെടുക്കുന്ന പരുവം ആവുമ്പോൾ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മൾ കോരിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ നമ്മുടെ വടക്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. പപ്പായയുടെ കൂടെ സവോളയോടെ ചേരുന്നതുകൊണ്ട് വടക്ക് പ്രത്യേകിച്ച് രുചി വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഏകദേശം നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ടൊക്കെ വരും. പക്ഷെ എന്നാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പപ്പായൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായി കഴിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വട ഉണ്ടാക്കുമ്പോൾ കടലമാവിനേക്കാളും ടേസ്റ്റ് മൈദമാവിനാവും. അതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ടേസ്റ്റ് വ്യത്യാസം പോലും അറിയാൻ പറ്റും. ഇതുപോലെ എല്ലാം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ വട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.